ഇതുപോലൊരു വെണ്ടയ്ക്ക തീയല് നിങ്ങൾ കഴിച്ചിട്ടില്ലെന്ന കാര്യം ഉറപ്പ്. തനി നാടൻ സ്റ്റൈലിൽ വറുത്തരച്ച തേങ്ങയുടെയും മറ്റു ചേരുവകളുടെയും ഫ്ലേവർ കൂടിയ ഒരു അടിപൊളി വെണ്ടയ്ക്ക തീയലിന്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഈ ഒരു കൂട്ടുണ്ടെങ്കിൽ ചോറിന് വേറെ പ്രത്യേകിച്ച് ഒരു കറിയുടെ ആവശ്യം. ടേസ്റ്റും ഒരു രക്ഷയില്ല കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതൊരു വെണ്ടയ്ക്ക തീയലാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയുള്ള ചേരുവകളാണ് ഈ കാണിക്കുന്നത്. മുളക്, മല്ലി, കൊച്ചുള്ളി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, ഒരു ശകലം ഉലുവ, കുരുമുളക്, കരിയേപ്പില, തേങ്ങ. ഇത് തേങ്ങ ഇളകി വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ടൊരു ടിപ്സും കൂടെ ഞാൻ കാണിച്ചു തരാം. നേരത്തെ എടുത്തു വെച്ച തേങ്ങ നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ട് നമ്മളൊന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇത് നമ്മൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമുക്ക് അടുപ്പ് കത്തിക്കാം. ഇത് വെളിച്ചെണ്ണയാണ്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ചൊഴിച്ചാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഈ ചേരുവകളെല്ലാം കൂടെ ഒരുമിച്ച് തന്നെ തട്ടയാണ്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പം ഇളക്കാം. ഇങ്ങനെ നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് തീയലാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേക ടേസ്റ്റും മണമൊക്കെ ആയിരിക്കും. നമ്മൾ നേരത്തെ കാണിച്ചതിനകത്ത് തേങ്ങ ഒഴികെ ബാക്കിയെല്ലാം ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. മല്ലി, മുളക്, പെരിഞ്ജീരകം, ഉലുവ, കുരുമുളക്, കൊച്ചുള്ളി, വെളുത്തുള്ളി, കരിയേപ്പില. ഇത് ഇത്രയും നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇത് നല്ല വൃത്തിയിലൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അടുത്ത തേങ്ങ ഇറക്കാം. സാധാരണ എല്ലാവരും തേങ്ങ മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഇതൊക്കെ എല്ലാം ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ചേരുവകൾ നല്ല ഭംഗിയിൽ ആദ്യം മൂത്ത് വരട്ടെ. ഇത് പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ ഈ തേങ്ങ തട്ടുന്നത്. വളരെ പെട്ടെന്ന് നമുക്കായി കിട്ടത്. തേങ്ങ അത്രയും തട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു ശകലം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് മൂത്ത് വരുന്നതിൻ്റെ ഒറ്റ ഒരു പാടേ ഉള്ളൂ. നമുക്കിതൊന്ന് ജസ്റ്റ് വറുത്തിട്ട് വരാം. ഇതാണ് പരുവം. നമുക്കിനി ഇത് തണുക്കാൻ വയ്ക്കാം. തണുത്തിട്ട് നല്ല ഭംഗിയിൽ അരച്ചെടുക്കാം. നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. വെണ്ടയ്ക്ക, കൊച്ചുള്ളി, തക്കാളി ഇതൊക്കെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരട്ടെ. അതിലേക്ക് നമുക്ക് കടുകിടാം. വേറെ നമുക്ക് ഇനി ഇത് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തന്നെയാണ് നമ്മൾ മൂപ്പിക്കുന്നത്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു മുളകിടാം. മുളകും ഇതായിട്ടുണ്ട്. നമുക്കതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതൊന്ന് ഓവറായിട്ട് മൂക്കണ്ട. ചെറുതായിട്ടൊന്ന് വേണ്ടി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്കയും ഇതിൽ കിടന്നൊന്ന് മൂത്തോട്ടെ. നമുക്ക് അടച്ചു വെച്ചിട്ട് തീ ചെറുതാക്കി ഇടാം. ആ തീയിൽ കിടന്നൊന്ന് മൂത്ത് വരട്ടെ. അപ്പോഴത്തേന് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഈ മസാലക്കൂട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ വെണ്ടയ്ക്ക മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് അരച്ച് വെച്ചിരുന്ന ഈ മസാലക്കൂട്ട് ഇതിനകത്തോട്ട് നമുക്ക് ചേർക്കാം. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർത്താണ് നമ്മളിത് അരച്ചിട്ടുള്ളത്. ഇനി ഇതിനകത്ത് നമുക്ക് ഒരു നാരങ്ങ വലുപ്പത്തിനുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഈ പുളി വെള്ളം കൂടെ നമുക്ക് ഇതിനകത്ത് ഈ ജാറിനകത്ത് ഒഴിച്ചിട്ട് നമുക്കിതിനകത്ത് ഒഴിക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
ഇതിന് കണക്കായിട്ടുള്ള ഉപ്പ് ഇതുവരേക്ക് നമ്മൾ ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കണേ. ഇനി ഇത് നല്ല വൃത്തിയിലൊന്ന് തിളക്കട്ടെ. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം. തക്കാളി വേണമെങ്കിൽ ഇട്ടാൽ മതി, ഞാൻ പിന്നെ തക്കാളി ഇടുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ല വൃത്തിയിൽ തിളച്ചൊന്ന് വേവട്ടെ. വേവാനായിട്ട് ഒന്നുമില്ല, വെണ്ടയ്ക്ക എണ്ണയിൽ കിടന്ന് വെന്ത വെണ്ടയ്ക്കയാണ്. പക്ഷെ എന്നാലും ഒന്ന് മസാല നമ്മൾ ചേർത്തതിൽ തിളക്കട്ടെ. നല്ല ഭംഗിയിൽ തിളച്ച് വരുന്നുണ്ട്. തിളച്ചിട്ട് ഏകദേശം ഇത് ഇച്ചിരി ഇങ്ങനെ ചാറോടെ ഇരിക്കും, പക്ഷെ കറി തണുത്തതിന് ശേഷം കറി കുറുകി വരും. നല്ലോണം വെട്ടി തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി തീ ഒന്ന് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വയ്ക്കാം. ഇത് പകുതിക്ക് വെച്ച് വേണം നമ്മൾ തണുക്കാൻ വയ്ക്കാൻ, അല്ലെങ്കിൽ വെള്ളം വിട്ടുപോകും. ഇതിങ്ങനെയൊന്ന് കറി തണുക്കട്ടെ. എന്താ അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക തീയിലൊക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുമല്ലോ. പിന്നെ ട്രൈ ചെയ്യുമ്പോൾ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ആ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വേറൊരു വ്ളോഗിൽ കാണാം. Be positive, stay healthy. Bye. See you on next time.